ശബരിമലയിലെ ദിലീപിന്റെ സന്ദർശനത്തിൽ വിമർശനം തുടർന്നു കോടതി. ശ്രീകോവിലിന് മുമ്പിൽ നിന്നാൽ മറ്റുള്ളവരുടെ ദർശനം തടസ്സപ്പെടും. സോപാനത്തിന് മുമ്പിൽ കുട്ടികൾക്ക് ശരിയായ ദർശനം സാധ്യമാകണം. ഇത്തരം പ്രവൃത്തികൾ അനുവദിക്കാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. CCTV ദൃശ്യങ്ങൾ പെൻഡ്രൈവിൽ നൽകാനും കോടതി നിർദ്ദേശമുണ്ട്. ഉമേഷാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ഉമേഷ്, കഴിഞ്ഞ ദിവസവും കോടതി രൂക്ഷമായ ഭാഷയിൽ ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ചതാണ്. ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഉടനെ തന്നെ CCTV ദൃശ്യങ്ങൾ ഹാജരാക്കണം എന്ന് ഇന്നലെ കോടതി ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇന്ന് അതിൽ കോടതിയിൽ ഉണ്ടായത് എന്താണ്? അതിൽ നടപടി എന്താണ്? ഇന്നലത്തേതുപോലെ തന്നെ വിമർശനം തുടരുകയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതായത് ദിലീപിന്റെ സന്ദർശനം മറ്റ് ഭക്തർക്കുണ്ടാക്കിയ ബുദ്ധിമുട്ട് ഇന്ന് ഹൈക്കോടതി വീണ്ടും എടുത്തു പറയുകയുണ്ടായി. ശ്രീകോവിലിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് മറ്റുള്ളവരുടെ ദർശനം തടസ്സപ്പെടും എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. സോപാനത്തിന് മുമ്പിലടക്കം ദർശനം സാധ്യമാകണം. അത്തരം പ്രവൃത്തികൾ ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. ഇക്കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. ഈ ഹരിവരാസനം പാടുന്ന സമയത്തൊക്കെ പരമാവധി ഭക്തർക്ക് ദർശനം നൽകാനാണ് ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾക്കും സ്ത്രീകൾക്കും അടക്കം ദർശനത്തിന് മതിയായ സൗകര്യം ലഭിക്കണം എന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഈ ദിലീപ് ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ, അത് CCTV ദൃശ്യങ്ങൾ, അത് പെൻഡ്രൈവിൽ തന്നെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. ഇന്ന് തന്നെ അത് ഹാജരാക്കണം. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല സ്പെഷ്യൽ ഓഫീസറോടക്കം, എക്സിക്യൂട്ടീവ് ഓഫീസറോടക്കം വിശദീകരണം തേടിയിരുന്നു. ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കാം എന്നും ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചിരുന്നു. ഏതായാലും ഈ വിഷയം ഇനി തിങ്കളാഴ്ച ആയിരിക്കും കോടതി പരിഗണിക്കുക. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.